തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വളാഞ്ചേരി നഗരസഭയിൽ ഭരണം നിലനിർത്തി UDF 34 വാർഡുകളിൽ 25ലും വിജയിച്ചാണ് UDF വീണ്ടും ഭരണത്തിലെത്തിയത്. എന്നാൽ സ്വന്തം കയ്യിലുണ്ടായിരുന്ന സീറ്റ് കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് LDF മാറി. 2020-ൽ 33 വാർഡുകളിൽ 19 എണ്ണം മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത്. മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ പല ഡിവിഷനിലും UDF വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് CPM ഏരിയ സെക്രട്ടറിയുടെ പരാജയം ഇടതുപക്ഷത്തിനേറ്റ വലിയ മുറിവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിവിഷൻ 21-ൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ നിയോഗിക്കപ്പെട്ട N വേണുഗോപാലനാണ് പരാജയപ്പെട്ടത്. ഒരു ഡിവിഷനിൽ നിന്നും വെറും 7 വോട്ടുകൾ കിട്ടിയ സ്ഥാനാർത്ഥി പോലും ഇടതുപക്ഷത്തിനുണ്ടായി എന്നത് പരാജയത്തിന്റെ ആഴം തുറന്നു കാണിക്കുന്നു. അതോടൊപ്പം BJPയുടെ ഏക അക്കൗണ്ടും ഈ തേരോട്ടത്തിൽ പൂട്ടി. കഴിഞ്ഞ തവണ BJP വിജയിച്ച മൈലാടി അഡ്വക്കേറ്റ് ഹർഷയിലൂടെ കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. സിറ്റിംഗ് കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ ചാത്തൻകാവ് ഇത്തവണ മത്സരിച്ച താമരക്കുളത്ത് ഇടതുപക്ഷത്തിനു പിറകിൽ രണ്ടാമതായി. നിലവിലെ ചെയർമാനായ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഡിവിഷൻ 28 നരിപ്പറ്റയിൽ നിന്നും വിജയിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 20-ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 21-ന് പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. അതിനാൽ തന്നെ നഗരസഭ വനിതാ സംവരണമായതോടെ ആര് നയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും പേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Paymand, making it easy. Valanjeri. Phone 9526 001 003.